ഞാൻ ഡോക്ടർ MP മണി, കോയമ്പത്തൂർ ആയുർവേദിക് ഫാർമസിയിലെ മുൻ ഫിസിഷ്യനാണ്. ഇന്ന് പുറംവേദനയെക്കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മളിപ്പോൾ ആശുപത്രികളിൽ എത്തുന്ന പുറംവേദനക്കാരിൽ സ്കൂളിൽ പോകുന്ന കുട്ടികളടക്കമുണ്ട്. രോഗികളിൽ കൂടുതൽ സംഖ്യയുടെ കാര്യത്തിൽ കൂടുതൽ കാണുന്നത് സ്ത്രീകളാണ്. അപ്പോൾ അതിലേറ്റവും പ്രധാനമായിട്ട് ഇപ്പോൾ കാണുന്നൊരു പ്രത്യേകത പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ ഒരുപാട് പുറംവേദനക്കാരിൽ ഈ തുടർച്ചയായിട്ട് ചികിത്സ സ്വീകരിക്കുന്നവരാണ്, നീണ്ടകാലം ചികിത്സ എടുക്കുന്നവരാണ്. അപ്പോൾ ഏറ്റവും വലിയ രസകരമായ ഒരു കാര്യത്തിൽ വരുന്നത്, ഇപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ കാര്യങ്ങളിൽ അവർക്കൊരു പ്രായമായിട്ടില്ല, അല്ലെങ്കിൽ എല്ലുകൾക്കുള്ള പ്രശ്നങ്ങൾക്കുള്ള കാലമായിട്ടില്ല. അവർക്ക് എനിക്ക് തോന്നുന്നു ഒരുപാട് പേരിൽ ഈ ഭാരം കൂടിയ സ്കൂൾ ബാഗ് ചുമലിൽ തൂക്കി നടക്കുന്ന ഒരു കാരണമായിരിക്കാം. അല്ലാതെ ചെറുപ്പക്കാരിലും വാർദ്ധക്യത്തിലെത്താത്ത ഒരു 40 വയസ്സിന് താഴെയുള്ളതാണ്. ഇവരിൽ ഒരുപാട് പേര് ഇപ്പം പുറമേനായിട്ട് നടക്കുന്നുണ്ട്. അപ്പം ഇതിൽ പലരുടെയും കാര്യം തമാശ എന്താണെന്ന് വെച്ചാൽ, ഈ ഏത് പരിശോധന എടുത്താലും റിസൾട്ട് നോർമലാണ്. നമുക്കൊരു തകരാറ് കണ്ടെത്താൻ കഴിയുന്നില്ല പലർക്കും. അപ്പം ഈ ചില രോഗികളായവർ പറയാറുള്ളത്, ഒരു ഡോക്ടർക്കും ഈ രോഗം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, അത്ര വല്ലാത്തൊരവസ്ഥയാണ് എന്നുള്ളതാണ്. ഇതിൽ രസകരമായ വേറൊരു കാര്യമുള്ളത്, ഇവരിൽ ഭൂരിഭാഗം പേർക്കും ഈ രോഗത്തിൻ്റെ അടിസ്ഥാന കാരണം പുറമേറിക്കുള്ള അടിസ്ഥാന കാരണം മാനസിക സംഘർഷമായിരിക്കുന്നതാണ്. നീണ്ടകാലം മാനസിക സംഘർഷം അനുഭവിക്കുന്നവരിൽ ഈ പുറമേദന ഉണ്ടാകാനുള്ള സാധ്യത ഒരുപാട് കൂടുതലാണ്. അപ്പോൾ മാനസിക സംഘർഷമുണ്ടോ, അല്ലെങ്കിൽ നീണ്ടകാലമായിട്ട് പിരിമുറുക്കമുണ്ടോ, ഉത്കണ്ഠയുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കൊരു കൃത്യമായ ഉത്തരം കിട്ടാറില്ല. അപ്പോൾ അവിടെ എടുക്കാനുള്ളൊരു സമീപനം, ഈ രോഗി മുന്നിലിരിക്കുമ്പോൾ അവർ രോഗവിവരങ്ങളൊക്കെ പറഞ്ഞ് വളരെ ക്ഷമയോടുകൂടി കേട്ട് കഴിയുമ്പോൾ ആദ്യം അവരോട് അപ്പം ഞാനൊക്കെ ചോദിക്കാറുള്ളൊരു ചോദ്യമുണ്ട്, ഉറക്കം പിടിക്കുന്ന സമയത്ത് ഞെട്ടലുണ്ടാകാറുണ്ടോ എന്നുള്ള ചോദ്യം. അപ്പോഴാണ് അവരതേക്കുറിച്ച് ചിന്തിക്കാറുള്ളത്, ഉണ്ടാകാറുണ്ട് എന്നുള്ള കൃത്യമായ മറുപടി പറയുന്നത്. അപ്പോൾ ഈ ഉറക്കം പിടിക്കുന്ന സമയത്ത് ഞെട്ടലുണ്ടാകുക എന്ന് പറയുമ്പോൾ അതൊരു ആരോഗ്യ പ്രശ്നമാണ്. അത് നമ്മളിപ്പോൾ പറയുന്നത് ഈ ശാരീരിക ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരുപാട് പേരിൽ മാനസിക സംഘർഷത്തിൻ്റെ തുടർച്ചയായിട്ടാണ്. അപ്പോൾ നമ്മളവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കടുത്ത പിരിമുറുക്കമായിട്ട് നടക്കുന്നവരിൽ ഈ അവരുടെ ഈ പേശികളിൽ ഒരു വലിയ മുറുക്കം ഉണ്ടാകും. നമ്മൾ ഇംഗ്ലീഷിൽ കോൺട്രാക്ഷൻ ഓഫ് ദ മസിൽ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇവർ രാവിലെ തൊട്ട് ആഹാരം കഴിച്ചതും ജോലി ചെയ്തതും എല്ലാ കാര്യങ്ങളും ചെയ്തൊക്കെ ഈ പിരിമുറുക്കത്തിൽ ആയിക്കൊണ്ടായിരിക്കും. അത് അവരറിയുന്നില്ല, പുറത്തുള്ളവർക്ക് അറിയാൻ കഴിയുന്നില്ല. അപ്പോൾ ഈ പിരിമുറുക്കമായ അവസ്ഥയിൽ തന്നെയാണ് രാത്രി കിടക്കാൻ പോകുന്നത്. അപ്പോൾ കിടന്നു അങ്ങനെ ഉറക്കത്തിലേക്ക് പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഉറക്കം പിടിക്കുന്ന സമയത്ത് ഈ മനസ്സിൻ്റെ പിടിയൊക്കെ വിടും. അപ്പോൾ അതുവരെ പിരിമുറുക്കുന്ന പേശി വ്യൂഹം ഒറ്റ സെക്കൻഡിൽ അങ്ങ് അഴിഞ്ഞു പോകുന്നതാണ് ഈ ഞെട്ടലായിട്ട് അനുഭവപ്പെടുന്നത്. ഇത് ശരീരത്തിലേക്ക് ശാരീരികാരോഗ്യത്തെ എങ്ങനെ പ്രതികൂലമായി ബാധിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഈ സാധാരണ നമ്മുടെ അസ്ഥികളെയൊക്കെ ഈ താങ്ങി നിർത്താൻ, സപ്പോർട്ട് കൊടുക്കാൻ ഒരുപാട് പേശികളുണ്ട് എല്ലാ അസ്ഥികളും. ഈ നട്ടലിനെ സംബന്ധിച്ച് അവിടെ പേശി തീരെ കുറവാണ്. മാത്രമല്ല അത് 33 കഷ്ണങ്ങളുടെ ഒരു യോജിപ്പാണ്, അത് അങ്ങനെയാണ്. അപ്പോൾ ഈ കുലുക്കം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതും സ്വാധീനിക്കുന്നതും നട്ടലിലാണ്. അതാണ് അവിടെ ഈ കിടക്കി വരുമ്പോൾ പലരും പറയാറില്ലേ, മറ്റേ കശേരുകൾക്ക് ആവശ്യമുണ്ട്, നീർക്കെട്ടുണ്ട്. അപ്പോൾ ഈ മാനസിക സംഘർഷം കൂടുതൽ വരുമ്പോൾ ഈ പ്രതിരോധശേഷി കുറയുമെന്നാണ് പുതിയ അറിവുകൾ പറയുന്നത്. ഈ മാനസിക സംഘർഷത്തിൻ്റെ ഫലമായോ അല്ലാതെയോ ഒരു വ്യക്തിയുടെ പ്രതിരോധശേഷി കുറയുമ്പോൾ നീർക്കെട്ടുണ്ടാകാനുള്ള സാധ്യത കൂടും. അതാണ് വളരെ പ്രധാനമായൊരു കാര്യം. അപ്പോൾ ഈ നീർക്കെട്ട് കൂടെ വരുമ്പോഴാണ് ഇവർക്ക് ശക്തമായ വേദന അനുഭവപ്പെടുന്നത്. ഇവരിൽ തന്നെ കുറച്ച് രോഗം മുന്നോട്ട് പോയവർ പറയുന്നൊരു ഭാഷ, രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ ഉറങ്ങാൻ കിടന്നാൽ ഉറക്കത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ കാലുകളിൽ വേദന ഉണ്ടാകുന്നു. ഉറക്കത്തിനിടയ്ക്ക് ഈ കാലിൽ മസിൽ കയറുമ്പോൾ പേശി കൊച്ചു വലിക്കുന്നതിന് മസിൽ കയറുന്നു നാട്ടിൽ പറയാറുള്ളത്, അതുകൊണ്ടാകുന്നു എന്ന് പറയാറ്. അപ്പോൾ വേറൊരു യാഥാർത്ഥ്യമുള്ളത്, ഈ മാനസിക സംഘർഷം ഉണ്ടാകുന്ന പുറംവേദനയല്ല ഏത് രോഗമായാലും അതൊക്കെ പ്രത്യേകത നമ്മൾ കാണാൻ കഴിയും. ഏത് ഡോക്ടറെ കണ്ടാലും ഈ ആദ്യം തരുന്ന ഒരു കുറിപ്പടി ഉണ്ടല്ലോ, അതിലെ മരുന്നുകൾക്ക് വളരെ അത്ഭുതകരമായ റിസൾട്ട് കിട്ടും, നല്ല ഫലമായിരിക്കും. പിന്നെ ഈ റിസൾട്ട് കുറഞ്ഞ് വരും, പഴയ പോലെയാവും, അവർ വേറെ ഡോക്ടറെ എടുത്ത്.
ആ ഡോക്ടറെ അടുത്ത് ഇത് തന്നെ സംഭവിക്കും. ആദ്യത്തെ കുറിപ്പടിയിലെ മരുന്നുകൾക്ക് നല്ല ഫലം കിട്ടും. അതൊരു മനഃശാസ്ത്രവശമാണ്. നമ്മൾ ഒരു പുതിയ വസ്ത്രം ധരിച്ച് ആദ്യമായിട്ട് പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ മനസ്സിലൊരു സന്തോഷമുണ്ട്. ആ സന്തോഷം നമ്മുടെ മുഖത്ത് മറ്റുള്ളവർക്ക് പ്രകടമായി മനസ്സിലാകുകയും ചെയ്യും. ഇവിടെ അതാ സംഭവിക്കുന്നു. ആദ്യത്തെ ഒരു ഡോക്ടറിൽ ഒരു അമിതമായ പ്രതീക്ഷ വെച്ച് പുലർത്തും. അത് ഈ 3, 4, 5 കാഴ്ച കാണുമ്പോൾ ഈ പുതുമ നഷ്ടപ്പെടുന്നു, അവർ രോഗം തിരിച്ചു വരുന്നു. അപ്പോൾ അവിടെ പറയാനുള്ളത്, ഈ പുറമേലുള്ള ഏത് രോഗമായാലും ഈ രക്തപരിശോധനയുടെ റിസൾട്ട്, മറ്റ് പരിശോധനകളുടെ റിസൾട്ട്, ഇതെല്ലാം നോക്കി നമ്മൾ ചികിത്സ നിർദ്ദേശിക്കുമ്പോൾ ഏത് രോഗത്തിൻ്റെ കാര്യത്തിലായാലും നമ്മളൊരു മനഃശാസ്ത്ര സമീപനം കൂടി ആവശ്യമാണ്. ആ മനഃശാസ്ത്ര സമീപനം ഉണ്ടെങ്കിലേ ഈ രോഗിക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചെങ്കിൽ മാത്രമേ രോഗശമനം വ്യക്തമാവുള്ളൂ. അതാണ് ശരിയായ രീതിയിലുള്ള രോഗശമനം സാധ്യമാകണമെങ്കിൽ ഏത് രോഗത്തിലായാലും ഈ മനഃശാസ്ത്ര സമീപനം ആവശ്യമാണ്. അപ്പോൾ മനഃശാസ്ത്ര സമീപനത്തിൻ്റെ പ്രാധാന്യം നമ്മൾ ഈ ചില അത്ഭുത രോഗശാന്തികളിലാണ് നമ്മൾ കാണാറുള്ളത്. ഈ ചില ദേവാലയങ്ങളിൽ, ധ്യാന കേന്ദ്രങ്ങളിൽ ഒക്കെ ഈ ധ്യാനം കൂടാൻ പോകും. അപ്പോൾ അവിടെ ധ്യാനം പണഭൂതാനത്തിൻ്റെ കഥ നമുക്ക് അറിയുന്നതാണ്. അദ്ദേഹം വെൽപ്പത്തൂരിൻ്റെ പട്ടതിരിപ്പാടത്തിലുള്ള നാരായണി എഴുതുന്നത്. അപ്പോൾ ഈ ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ ഇവിടെ സംഭവിക്കുന്ന വെച്ചാൽ ഇവർക്ക് നെഗറ്റീവായ ചിന്തകൾക്ക് അവർ മനസ്സിൽ സമയം കിട്ടില്ല. കാരണം എല്ലാം ഈ ദൈവവചനങ്ങളും ധ്യാനം ഇതെല്ലാം കേൾക്കുന്നത്. അതാണ് അവർ ഈ രോഗശമനം വളരെ ഒരു മരുന്നുകളുടെ സഹായമില്ലാതെ പോലും പലപ്പോഴും സാധ്യമാകുന്നത്. അപ്പോൾ ഏത് രോഗമായാലും ഈ ചികിത്സയോടൊപ്പം മനഃശാസ്ത്ര സമീപനം കൂടി ആവശ്യമാണ് എന്നാണ് പുതിയ അറിവുകൾ പറയുന്നത്.